ചേട്ടോ ഓ പഞ്ചസാര വായിലിട്ടാലല്ലേ മതിരിക്കുള്ളൂ, ചാക്കിലിരുന്നിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഇവിടുന്ന് പഞ്ചസാരയാണോ വേണ്ടത്? അല്ല, പിന്നെ ഇതിങ്ങനെ വെറുതെ തുറന്നു വെച്ചാൽ മതിയോ? മണി 10-15 ഞങ്ങക്ക് സാധനം എന്താ ബില്ലടിക്കാൻ ആള് വരട്ടെടാ ചെറുക്ക. ബില്ലടിക്കാൻ ആള് വന്നിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇവിടെ എന്തിരിക്കണതാ? ഞാൻ ബില്ല് കീറുന്ന ആളാ. ബില്ല് കീറുന്ന ആളാണ്. അടിക്കൂല. എടാ അവൻ ബില്ല് കീറാൻ നിക്കണെന്നാ പറയണത്. അടിക്കാൻ ആളോ? ദൈവമേ, ഞാൻ ഒടുവിലുണ്ട് കൃഷ്ണൻ കൊണ്ടാണല്ലോ നടക്കണത്. അതല്ലെന്ന് എനിക്ക് ആകെ കൈ വറച്ചിട്ട് പാടില്ല. ചേട്ടാ തുടങ്ങും പറയുന്നത് ഈ സിനിമയാണോ നടക്കണം ഇവിടെ? ഇത് വിവറേജ് അല്ലേടാ. എന്ത് ബില്ലടിക്കാൻ ആള് വരട്ടെന്ന് ഞാൻ കേട്ടോ. ബില്ലടിക്കാൻ ആള് വരും തൊട്ട് എപ്പോ വരും? ഒരു 10 മിനിറ്റ് സമയം എടുക്കും. 10 മിനിറ്റ് ആവും. അത്രയല്ലേ ആവുള്ളൂ? നാളത്തെ പ്രത്യേകത അറിയാലോ. നാളെ 1-ാം തീയതി, മറ്റന്നാ ഒക്ടോബർ 2-ാം തീയതി. അതാണ് സാധനം കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യും? അവൻ പറയണത് ബ്ലാക്കിൽ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇരട്ടി പൈസ കൊടുത്തിട്ട് ബ്ലാക്കിൽ എടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഇന്നൊരു 5 ലിറ്റർ എടുത്ത് അങ്ങ് മാറ്റാം. അയ്യോ, അത് മുഴുവൻ ഇന്ന് അടിക്കാനാ? അതല്ലടാ, നമുക്ക് ഇതിന്റെ അത് ബ്ലാക്കിന് കച്ചവടം അടിക്കാം. ഇതിന് ആ കാശ് എടുത്ത് നമുക്ക് ബ്ലാക്കിന് സാധനം വാങ്ങിച്ചടിക്കാം. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയത്? ബ്ലാക്കിന് വില കൂടുതലല്ലേ? അത് കൂടുതലല്ലേ? ഒരു 5 ലിറ്റർ നമ്മൾ എടുത്ത് വെക്കുന്നു. എന്നിട്ട് മറ്റന്നാ നമ്മള് ബ്ലാക്കിന് കച്ചവടം അടിക്കുന്നു. ഇരട്ടി വിലക്ക് കച്ചവടം വെക്കുന്നു. അപ്പൊ ആ വില കൊടുത്ത് നമ്മൾ ബ്ലാക്കിന് വേറെ സാധനം എടുക്കുന്നു. അപ്പൊ പൈസ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകൂല. അത് പൊളിച്ചത് എന്റെ ചേട്ടാ. 10 മിനിറ്റ് ഇപ്പൊ തന്നെ കഴിഞ്ഞാൽ ഇതിവര് വരുമോ? അത് ബില്ലടിക്കാൻ ആള് വരട്ടെടാ. ഇവന്റെ കാര്യം എന്റെ ദൈവം, അല്ലെങ്കിൽ തന്നെ രക്ഷ അടിച്ചിക്ക്. നീ വന്നേ. നാളെ 1-ാമത് വെറുതെ നാളെ മോഹൻ ചേട്ടന്റെ മോളുടെ കല്യാണോ? ബാക്കിയുള്ള ടെൻഷൻ അടിച്ച് മരിക്കും. അതിന് നീ ടെൻഷൻ അടിക്കണം. എന്നെ കല്യാണം വിളിച്ചില്ലല്ലോ. വിളിച്ചിട്ടില്ല. എടാ, ഈ വിളിക്കാത്ത കല്യാണത്തിന് പോകുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലേ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ അത് അനുഭവിച്ചറിയണം. അതാ മനസ്സിലായി നിനക്ക് ചേട്ടാ. ഇടാ ആള് വരട്ടെ. ഇവന്റെ കാര്യം എന്റെ മനസ്സിലാവാൻ പ്രസവിച്ചെടുക്കണം, കാണാൻ വേണ്ടി വന്നത്. പോയിട്ട് നാളെ ഇന്ന് ഡോക്ടർ ഇല്ല. എവിടെ ഞാൻ സാധനം എടുക്കാൻ വേണ്ടി വന്നത്. ബില്ലടിക്കാൻ ആളില്ലെന്ന്. ആള് വന്നില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഉത്തരവാദിത്തം കാണൂല. കാരണം പ്രാർത്ഥിക്കാതെ തിരിയെത്തിക്കാതെ നല്ല കോടിക്കണക്കിന് കച്ചവടം നടക്കുന്ന ഒറ്റ സ്ഥാപനം ഇല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് അഹങ്കാരമില്ല. അഹങ്കാരം അത് ബീവറേജ് മാത്രമല്ലെന്നേ. ഇപ്പൊ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും തട്ടിപ്പാ. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയേ. ഇന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചില്ല ഈ ചെറുപേരിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഏതോ അണ്ണാക്കി കയറി ഓപ്പറേഷൻ ചെയ്ത് വെച്ചാക്കാം. ഇതാ പറഞ്ഞത്, ഇവര് വലതുകാലം ചെയ്യാൻ പറഞ്ഞ ഇടതുകാലം ചെയ്യും, ഇടതുകൈ ചെയ്യാൻ പറഞ്ഞ വലത് ചെവി ചെയ്യും. എല്ലാ സർക്കാർ സ്ഥാപനം തട്ടിപ്പാന്നേ. ഈ ഹോസ്പിറ്റലൊക്കെ കംപ്ലീറ്റ് ഉടായിപ്പോയി. സത്യം കേട്ടോ, സത്യം. അതെനിക്ക് മനസ്സിലായില്ല. എന്ത്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്ന് തല ഇറങ്ങി വീണായിരുന്നു. അയ്യോ, ഇവരെല്ലാം കൂടെ എന്നെ ആശുപത്രി കൊണ്ടുപോയി. വയറ് സ്കാൻ ചെയ്ത് എന്നാൽ റിസൾട്ട് വന്നു. എന്നിട്ടാ ഞാൻ ഗർഭിണിയെന്ന്. ഇത് കേട്ടത് എന്റെ അച്ഛൻ എന്റെ മോ പിഴച്ചു പോയെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി ഓടി. അച്ഛൻ ഇപ്പൊ തലയിൽ കൂടെ മുണ്ടിട്ടാണ് നടക്കണം. പകല് പോട്ടെ, ഇപ്പൊ രാത്രി ഞാൻ പഴിച്ചോന്ന് പറഞ്ഞ അച്ഛൻ മുണ്ടിട്ടോണ്ടാണ് നടക്കണം. അച്ഛൻ രാത്രിയും തലയിൽ മുണ്ടിട്ടാണ് നടക്കണത്. അപ്പൊ പിന്നെ നീ ആയിരിക്കുമല്ലോ പഴിച്ചു പോയത്. അച്ഛൻ നേരത്തെ പഴിച്ചു പോയിട്ടുണ്ടാവും. എടുത്തു തരാം. ഇവിടെ സമയാവട്ടാ. വെള്ളം വേണ്ട, ഒരു ഫുള്ള് പൊട്ടിച്ചൊഴിച്ചാതിയേ. വെള്ളം വേണ്ടേ? അങ്ങനെ നീ ചാരായത്തിൽ കുളിക്കണ പൊളിഞ്ഞു വാ, എഴുന്നേറ്റ്. ശല്യോടെ ആള് വരട്ടെ. ഓ, മഹാറാണി വന്നല്ല. പെണ്ണുമുള്ള ഞാൻ ഒരു കാര്യം പറയാം. ഒരു സ്ഥാപനത്തില് ജോലി ചെയ്യുമ്പോ അവിടെ ഒരു കൃത്യനിഷ്ഠത വേണം. ഇവിടെ ബാക്കിയുള്ള ഒരു വെള്ളം കിട്ടാതെ ജാഗം കിടക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് കയറി വന്നാ മതിയാ. ഞാനേ എന്റെ സൗകര്യത്തിനേ വരുള്ളൂ. തനിക്ക് വേണമെങ്കിൽ വേറെ ഷോപ്പിൽ പോയി മേടിച്ചോ. ഇത് പച്ചക്കറി ഷോപ്പിൽ കിട്ടൂല, ഇവിടെ തന്നെ വരണ്ടേ. ഒരു ക്വാർട്ടർ അടിക്കോ? കോളിമ്പല്ലോ അടിക്കണം. ഭ്രാന്താളിയാ എന്റെ അവള് ആണുങ്ങടുത്തു. ഞാൻ ആലോചിക്കുന്നത് ഇവളെ ഭർത്താവിന്റെ അവസ്ഥയാണ്. അവന് പട്ടീരെ വിലയായിരിക്കും കേട്ടോ വീട്ടില്. പട്ടീരെ അത്ര തന്നെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞത് അച്ചട്ടാണ്. ഈ കഴിപ്പടം കെട്ടുള്ള വീട്ടില് ഭർത്താവിന് പട്ടിയുടെ വിലയാണ് കൊടുക്കുന്നത്. അല്ല, അത് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? പറഞ്ഞ പട്ടിയില്ലേ, ആ പട്ടി തന്നെ ഞാൻ ഏട്ടന്റെ ഭാര്യയായിരുന്ന മാറുന്നേ. അല്ല ചേച്ചി, നിങ്ങളെ ഡ്യൂട്ടി കഴിച്ച് പോകുമ്പോ ഒരു ഫുള്ള 1 ലിറ്റർ ഉണ്ടേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ മുട്ട് തേയ്മാനം വരാതെ ഇവിടം വരെ നടക്കേണ്ട കാര്യമുണ്ട്. അതെ, ഇയാള് കുടിക്കണതും എനിക്കിഷ്ടമല്ല. ഇയാള് കുടിച്ചിട്ട് വരുമ്പോൾ ആ ഒരു സ്മെല്ലില്ലേ, അതും എനിക്കിഷ്ടമല്ല. സ്മെല്ല് ഇഷ്ടമല്ലെന്ന്, അവർക്ക് സ്മെല്ല് ഇഷ്ടമല്ലെന്ന്. അനിയാ നിങ്ങൾ കേൾക്കണം. ഞാൻ വൈകുന്നേരം അടിച്ചോണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് എന്റെ ഒരു ബ്രാൻഡ് സ്മെല്ലേ ഇവൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഈ ബിവറേജിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ബ്രാൻഡ് സ്മെല്ലും എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് രാവിലെ അടിക്കാൻ തോന്നൂലേ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് പറഞ്ഞത് അടിക്കാൻ വേണ്ടി. ഒരു ക്വാർട്ടർ അടി.
ഓ നിങ്ങൾ ഇനിയെങ്കിലും കൂടിയൊന്ന് നിർത്താൻ പാടില്ലെന്ന്. എടി ഞാൻ കുടിക്കുന്നുണ്ടല്ലോ നിനക്ക് ഇവിടെ ജോലിയുള്ളത്. പിന്നെ ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാ ജീവിക്കണത്. ഓ പണിയെടുത്തിട്ടാ ജീവിക്കണത്. നിങ്ങളെ കുടിച്ചില്ലെങ്കിൽ കാണാൻ അന്തസ്സായിട്ടിരുന്ന് പണിയെടുക്കണത്. സത്യം അണ്ണ ഇല്ലെങ്കിൽ ചേച്ചി പട്ടിണി നടന്നനെ. ജോലിയില്ല കൂലിയില്ലാതെ വീട്ടിൽ കയറി ഇരിക്കേണ്ട വരും. വേറൊന്നുമല്ല, നിന്നുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ കുടിക്കുന്നത്, അറിയാവോ? ഇവിടെ ഓരോ ഭർത്താക്കന്മാര് ഹൃദയം കൊണ്ടാ ഭാര്യ സ്നേഹിക്കുന്നത്. ഞാനാണെങ്കിൽ എന്റെ കരളുണ്ട് അവളെ സ്നേഹിക്കുന്നത്. ആ കരളിന് വേണ്ടിട്ടെങ്കിലും ഒരു ക്വാർട്ടർ അടി. ഓ നിങ്ങളൊന്ന് സമാധാനപ്പെട്ട് ഞാനൊന്ന് പില്ലടിച്ചോട്ടെ. അടി അടി അടി. അയ്യോ 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 എന്തോ ചേച്ചി? അത് സിസ്റ്റർ ഹാങ്ങായി. ഇനി ബില്ല് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഇത് ശരിയാക്കിട്ടേ പറ്റുള്ളൂ. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ എന്തെന്നാ പേടിക്കണ? കാശെടുത്ത് വിടറാ. ആശ അവിടെ നിന്നിരിക്കണം. കാശ് നിന്റെ അതൊന്നല്ല. എടാ ഗൂഗിൾ പേ വഴി അത് അക്കൗണ്ടിൽ കിടക്കല്ലേ? നീ ഇങ്ങനെ കുറയ്ക്കണം എന്തിനാണ്? അക്കൗണ്ടിൽ പൈസ കിട്ടും. അത് ബുദ്ധിപരമായിട്ട് അവൻ ചെയ്തതാണ്. ഇവിടെ ബിവറേജ് വരുന്നവര് കാശ് അക്കൗണ്ടിൽ കിടക്കുന്നതാണ് നല്ലത്, പിന്നെ അല്ലാതെ മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ ഈ ബിവറേജ് സാധനം എടുക്കാൻ വരുമ്പം ഓരോ കഴിപ്പണം കിട്ടാൻ മറ്റേ അടിച്ചു കൊടുക്കാൻ തോന്നും. അവർ വന്നിട്ട് 5 രൂപ 10 രൂപ 15 രൂപ എന്നൊക്കെ പറയും. അയ്യോ ബിവറേജിൽ മാത്രമല്ല ബാറിൽ ചെന്നാലും ഇത് തന്നെ ഈ മലകെട്ടന്മാരെ ശല്യോ. അതുപോലെ 30 രൂപ പേരൊക്കെ ചോദിക്കോ? അല്ല അവര് ചോദിക്കണല്ലേ, ഞാൻ ചോദിക്കണത് 30 രൂപ കുറവ് 30 രൂപ 30 രൂപ 30 രൂപ ഇല്ലേ? ഇല്ല 30 രൂപ ഇനി. ഹലോ 30 രൂപ കുറവ്. സാറേ അയ്യോ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഞാൻ ഇപ്പൊ വരാം. കൊച്ചു പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളെ വിളിച്ചത്. അവൻ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് ആ ചെറുക്കനെ പ്രിൻസിപ്പാളിട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ ചേച്ചി സ്കൂളിൽ പോകാൻ ഒരു ക്വാർട്ടർ വരും. എടാ ഞാൻ പറഞ്ഞില്ല ആ കൊച്ചിനെ പ്രിൻസിപ്പാള് വരട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ ചെന്നിട്ട് വേണം അവര് എന്നെ കൂടി വരട്ടാൻ. ഒരു ധൈര്യത്തിന് വേണ്ടിട്ടാ ഒരു 2 പേക്ക് ലൂസെങ്കിലും തരും. ഇങ്ങനെ കുടിച്ചു നടക്കണ തന്തമാരുണ്ടെങ്കിൽ എങ്ങനെ മക്കളെ തലതെറിച്ച് പോകാതിരിക്കണം? ഇടും നിങ്ങൾ കുടിക്കണ അത്രയും വീര്യമുള്ള മദ്യമാണ്, അറിയാവോ? വിഷമാണത്. ഭയങ്കര മെസ്സേജ് ആയി പോട്ടോ. പിന്നെ വിദേശ സാപ്പിലേക്കാണ് ഉപദേശിക. ഇതിനെക്കാളും വീര്യമാണ് കട്ടൻ ചായ കേട്ടാ. അതെനിക്ക് മെനിഞ്ഞാന്നാണ് മനസ്സിലായ. അങ്ങനെ മനസ്സിലായി. ഞാൻ ഒരു 6 പെഗ് കുടിച്ചോണ്ട് വീട്ടിൽ ചെന്നപ്പോ എന്റെ ഭാര്യ ഒരു കട്ടൻ ചായ കുടിച്ചോണ്ട് മുറ്റത്തിരിക്കുന്നു. എന്നെ കണ്ടത് അവിടെ മുടി പിരിച്ചിട്ടൊരു ആട്ടവും ചീത്തവിളിയും പാത്രം പറക്കി എറിയും ചീത്തവിളിയും മൊത്തത്തിൽ ബഹളം. 6 പെഗ് അടിച്ച ഞാൻ മിണ്ടാതെ അവളെ ഈ കിടന്ന് ഷോ ആണ്. നീ എന്ന് പറയണ കട്ടൻ ചായക്കാണോ പവർ, ഇതിനാണോ പവർ? കട്ടൻ ചായക്കാ അല്ലേ? ആ വെറുതെ അല്ല, ഉള്ള കട്ടൻ ചായ മുഴുവൻ വലിച്ചു കയറ്റിയേട്ടാ എന്റെ പെണ്ണുമ്പുള്ള വൈകുന്നേരം ആകുമ്പോ എന്റെ വാവളൊക്കെ തെറി പറയണത്. എന്റെ കൈക്ക് പാടില്ലാതെ ഇപ്പൊ ഇല്ലെങ്കിൽ ഞാനല്ലേ അതളിയാ. നമ്മൾ ഇന്നലെ അടിച്ചില്ലേ, ഇന്നലെ അടിച്ച് പോണ വഴിക്ക് ഞാൻ ആ വളവിൽ നിന്ന് മൂത്രമൊഴിക്കാൻ നിന്നതാ. ഇങ്ങനെ നിന്നിട്ട് നേരിങ്ങനെ നോക്കുമ്പോണ്ടല്ല ഒരു തുറുപ്പം കണ്ണൊക്കെ ഇട്ടിട്ടുള്ള ഒരു മെനകെട്ട പട്ട. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ അവൻ ഇങ്ങോട്ട് നോക്കും, ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ അവൻ ഇങ്ങോട്ട് നോക്കും. ഒന്നും നോക്കിയില്ല അളിയാ. മൂക്കാപ്പൊണ്ട വളക്കാൻ ഒറ്റയിടി, ഒറ്റ വലി. പട്ടി ചത്ത് ഇല്ല, കൈ പൊളിഞ്ഞു പോയി. അപ്പൊ പട്ടിയോ? അല്ല അതല്ല, നമ്മള് മറ്റേ ആ ജംഗ്ഷനിലെ വളവില്ലേ അവിടുന്ന് ഇവിടുന്ന് വണ്ടി വരുന്നത് കാണാൻ വേണ്ടി വട്ടത്തിലൊരു കണ്ണാടി വെക്കൂലേ, അതിനകത്ത് എന്റെ മുഖം ഇങ്ങനെ വലിഞ്ഞപ്പോഴേ കടിക്കാൻ തന്നെ പട്ടിയാണെന്ന് വിചാരിച്ചളിയാ. ബോധം വന്നപ്പോഴാണ് അറിഞ്ഞത് പട്ടിയല്ല. അല്ലല്ല, ബോധം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വെറും ഒരു പട്ടിയായി പോയില്ല. അതെ അവന്മാരറിയണ്ട, നൈസ് കോട്ടിൽ ഒരു കോട്ടടി അങ്ങ് പോവാം. ഓ നിങ്ങൾ ഇനി ഇത് കുടിച്ചിട്ട് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. പ്രശ്നക്കാരനാണ്. ഞാൻ പ്രശ്നക്കാരനല്ലേ? വെള്ളമടിച്ച വയറ്റ് കിടാനാ. ഞാനല്ല പ്രശ്നക്കാരൻ, ഇവിടെ അച്ഛയുടെ പ്രശ്നക്കാരൻ. നാട്ടിലും വീട്ടിലും പ്രശ്നക്കാരൻ ഇവിടെ അച്ഛനാണ്. ആ ഇനി എന്റെ തന്തക്ക് പറഞ്ഞു. നിങ്ങൾ എല്ലാരും കേട്ടോട്ടെ, എന്റെ അച്ഛനല്ലേ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ജോത്സ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നം വെക്കുന്നതും പറയുന്നത് ഇവിടെ അച്ഛനാ. ഇവിടെ അച്ഛനാ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. വിളിക്കണേ, ഞാൻ കുളിക്കണടി. തോട്ടിൽ നിന്ന് ഞാൻ കുളിച്ചോണ്ടിരിക്കണ കേട്ടില്ല. കോപ്പി വെക്കണ എന്തേ? ഇമീങ്ങളെ ഛർദിച്ചാ? ഇമീങ്ങളെ ഛർദിച്ചാ? നിങ്ങൾ ഛർദ്ദിച്ചാ? കഴിവിക്കളാ. അയ്യോ കൈവിക്കളയില്ലേ, ഇഷ്ടംപോലെ പൈസ കിട്ടും. പൈസ കിട്ടോ? കൈവിക്കളയില്ലേ തിമിങ്ങളെ ഛർദിച്ച് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഓ ഞാനേ 2 ബക്കറ്റോട്ട് ഒരു ഭാര്യ കെട്ടിക്കൊണ്ട് പോവായി. എടി ഒരു കാര്യം, ഷിബുവിന്റെ ഛർദ്ദൽ വരാൻ 2 ബക്കറ്റായിട്ട് ഒരാൾ വാരി കെട്ടാൻ വരാൻ. ഇബുവിന്റെ ഛർദ്ദല. എന്റെ അളിയൻ ഷിബു, അവന്റെ ഒറ്റപ്പനാണ് തിമിങ്കലം. വാരി കെട്ടണ ഛർദിക്കും. കുറച്ചു വേറെ പലതും ഉണ്ട്, വാരി കെട്ടണ. എന്താ പ്രശ്നം നിങ്ങളെ? ശരിക്കും എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പറയാം. ഇവിടെ സിസ്റ്റം ഹാങ് ആയി കിടക്കേ. ആ സമയം കൊണ്ട് 2 അടിക്കാൻ കിട്ടിയാല് 2 അടിക്കണം. 2 അടിക്കണം. ആരും അറിയരുത്. എന്റെ കൂടെ വാ. എന്റെ പൊന്നളിയാ ചെന്ന് കേറി കൊടുക്കല്ലേ. അവന്റെ മെനകെട്ട സ്വഭാവം വെച്ച് അവൻ വേറെ എന്തെങ്കിലും കാണിച്ചു തരുവേ. അത് നഷ്ടമില്ലല്ലോ. എന്നാ ചെന്ന് കേറിക്കോട്. എനിക്ക് കാണണം. ഇതാണ് മുല്ലപ്പെരിയാർ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റും നിൽക്കുന്നവർ വിചാരിക്കും യവനിപ്പോ പൊട്ടോ, യവനിപ്പോ പൊട്ടോ, യവനിപ്പോ പൊട്ടോ. നിർത്തിക്കേ, ഇത് പൊട്ടുവോ? പൊട്ടൂല്ല. അപ്പൊ മുല്ലപ്പെരിയാർ തന്നെ. പക്ഷെ അതിന് പ്രശ്നം ഉണ്ടാവും. അത് വേണ്ട, അത് വേണ്ട കേട്ടോ? ഏയ് ഒരു പെണ്ണ് പറഞ്ഞു
ഒരു പെണ്ണ് പറഞ്ഞ് ഒരു വിണ്ണ ഓ വേണ്ട എവിടെയാണ് തേങ്ങ എരിവണം തേങ്ങരവണല്ല എന്റെ കൂട്ടുകാരെ മുടിയിട്ട് ജീവണത് ചുമ്മാ ഇരിക്ക്. കൈ പൊളിക്കുന്ന ആ ശബ്ദം കേട്ട് നല്ല വിളിക്കണമെന്ന് അങ്ങോട്ട് ജീവിക്കുമ്പോ മാഡം ഹാഫും ഫുള്ളൊക്കെ എവിടെ ഇരിക്കുന്നത്? ആ ഫുള്ള് അവിടെ ഉണ്ട്, ക്വാർട്ടർ അവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. കാലം പോയ പോക്ക് കണ്ട പോത്തിന്റെ പുറത്തല്ലേ? അത് കാലം പിന്നെ ആ പോയ പെണ്ണ് പോയ പറഞ്ഞ ഉമ്മ പറഞ്ഞത് അതെ. ഏയ് കണ്ട പടി എന്ത്? ഓരോ പെണ്ണുകൾ വന്ന് ആനത്തോടെ അടിക്കണ്ട കണ്ട അയ്യേ, അവര് പണിയെടുത്ത കാശിന് അവര് കുടിക്കണത്, അല്ലാണ്ട് ഞാൻ പണിയെടുത്ത കാശിന് നിങ്ങളെ പോലെ അല്ല കുടിക്കണം. നിങ്ങൾ ഡെയിലി കൂടി പഠിച്ചിട്ട് ഷെയറിട്ട് എന്നോട് അടിച്ചെന്ത് പോയപ്പോ നിങ്ങൾ ഡെയിലി ഒന്ന് കൊട്ടണ്ടല്ല ഒന്ന് പോയി അവിടുന്ന് സമ്മോദനങ്ങൾ. കാര്യം പറയാൻ മറന്നുപോയി. നാളെ എനിക്ക് 2000 രൂപ വേണം. കുടിച്ചു കളയാൻ 10ന്റെ പൈസ ഞാൻ തരൂല. നീ അതിനല്ല, നാളെ ജിമ്മിൽ പോണം, വയറ് ഉറക്കട്ടെ. നിങ്ങൾ ജിമ്മിൽ പോണ ഇപ്പോഴെങ്കിലും നിങ്ങക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം തോന്നിയല്ല. ഈ ആരോഗ്യം ശ്രദ്ധിക്കാനല്ല, ഇവിടെ സാധനം എടുത്തോണ്ട് പോകുമ്പോ ഇടുപ്പിൽ വെച്ചോണ്ടാണ് പോണത്. അവിടെ ചെന്ന് വിള ചെന്നിരിക്കുമ്പോ തപ്പി നോക്കണം എവിടെ ഇരിക്കണമെന്ന് കണ്ടോ. അപ്പൊ വയറ് മാറ്റിയിട്ടാണ് ഈ സാധനം എടുക്കണത്. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വയറ് റെഡിയാവുമല്ലോ, ഇങ്ങനെ ഊരി എടുക്കാലോ. അല്ലെ ഒരു കാര്യം ചെയ്യും, ഒരു 1500 തന്നാ മതി. എന്തിന്? ഒരു CC ക്യാമറ ഒക്കെ അപ്പൊ എവിടെ അറിയാൻ പറ്റുമല്ല. ഞാൻ നോക്കി ചേച്ചി, റെഡിയാ നോക്കി ചേച്ചി, കൈ വിറക്കണ ചേച്ചി, കൈ വിറക്കണ ചേച്ചി. ആ ശരിയായിട്ട് ആദ്യം അടിക്കുക, ആദ്യം അടിക്കുക. നമ്മളാണ് ആദ്യം വന്ന 5 അടിക്കുക. 5 ഇവിടെ ഇവിടെ ഗൂഗിൾ പേ അല്ലേ? ഗൂഗിൾ പേ. ആ സ്കാൻ ചെയ്തോട്ടാ. 5 പോയിട്ട് ഒരുപാട് ജോലികളാണ് പെട്ടെന്ന്. ഈ കുപ്പി എടുത്തിട്ട് ആരുടെയെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോകും. എടാ ഞാൻ ഈ ബില്ലൊന്ന് കൊടുത്താട്ടെ, നീ ഇതങ്ങോട്ട് പിടിച്ചോണ്ട് പോയെ. അയ്യോ എടാ, ബെനികെട്ട മോനെ. എടാ, ചേച്ചി കടം തരുമോ ചേച്ചി? ഒന്നാമത് കയ്യില് പൈസ ഇല്ല. ദാ പോണ്, ദാ പോണ്. ഈ ആ സമയത്ത് എന്തോന്നാടാ ഈ കാണിച്ചത്? വിവരം ഉണ്ടാണ്. കുടിയന്മാരാക്കിയത് കുറച്ച് ബുദ്ധിയെങ്കിലും വേണം. എന്താ വേണം? അത് ആദ്യം പഠിക്കണം. കുടിയന്മാർക്ക് എന്തോ വേണം? കപ്പാസിറ്റി. അത് പഠിക്കണം. കുടിയന്മാർക്ക് എന്തോ വേണം? കപ്പാസിറ്റി വേണം. അത് വേണം. കുടിയന്മാർക്ക് എന്തോ വേണം? കപ്പാസിറ്റി. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് പറയും കുടിയന്മാർക്ക് മിനിമം വേണ്ടത് കപ്പാസിറ്റി. ആ, അല്ലാതെ വിവരമില്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുപ്പി വീട് പൊട്ടും കേട്ടാ. കുടിയന്മാർക്ക് മിനിമം വേണ്ടത് കപ്പാസിറ്റി. അല്ല, നല്ല എലാസ്റ്റിക് ഉള്ള ഒരു നിക്കർ, അല്ലെങ്കിൽ ഇതുപോലെ വീണ് പൊട്ടും.